ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി സച്ചിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ശ്രുതിയും മീരയും കൂടെ വരുമതി. അവർ പോകുന്നെന്നും പറഞ്ഞു. ഇനി നിന്റെ പ്ലാൻ ഒന്നും വർക്കൗട്ട് ആവില്ല എന്ന് മീര പറയുമ്പം, അയ്യോ ഇതാ എൻ്റെ ലാസ്റ്റ് ചാൻസാണ്, ഇനി അത് സംഭവിക്കാൻ ഒരു ചാൻസും ഇല്ല, നീ എങ്ങനെയെങ്കിലും അവരൊന്ന് പിടിച്ച് നിർത്താൻ പറഞ്ഞ് മീരയെ നിർബന്ധിക്കുകയാണേ. ഞാൻ എങ്ങനെ പിടിച്ചു നിർത്താനാണെന്ന് മീര ചോദിക്കുമ്പോൾ, നീ എന്ത് ചെയ്തിട്ടാണെങ്കിലും അവരൊന്ന് പിടിച്ചു നിർത്തുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം. അങ്ങനെ അവരവിടെ അത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഭാമയും അച്ഛനും അതുപോലെ ചന്ദ്രയും കൂടെ ഇറങ്ങി വരുന്നു. നമ്മൾ പോവല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്കും ശ്രുതി താഴെ നിൽപ്പുണ്ടായിരുന്നു. അച്ഛാ പിന്നെ എന്നും പറഞ്ഞു നിൽക്കുക, എന്താ എനിക്ക് പറയാനുള്ളതെന്ന് അച്ഛൻ ചോദിച്ചു. നീ എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് ഉരുണ്ട് കളിക്കുന്നതൊക്കെ എന്തിനാണെന്ന് എനിക്ക് അറിയാമെന്ന് അച്ഛൻ പറഞ്ഞു. എന്തായാലും പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തതല്ലേ, അപ്പോൾ ഇനി അത് വേണ്ടെന്ന് വയ്ക്കാനും പറ്റത്തില്ലല്ലോ. മറ്റുള്ളവർക്ക് പാട്ട് കൊടുക്കുന്നതൊക്കെ ശരി, പക്ഷെ നീ തൊട്ട് പോകരുത്. അപ്പോൾ ഞാൻ തൊടത്തില്ല എന്നൊക്കെ പറയുമ്പോൾ, നീ ഇങ്ങനെയൊക്കെ പറയും, എങ്ങനെയാണോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതുപോലെ തന്നെ വീട്ടിൽ വന്ന് കയറിക്കോളാം, പറഞ്ഞു മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പോൾ അതത്രേ ഉള്ളൂ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ സുധിയെ പറഞ്ഞു വിട്ടു. സുധി പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും അച്ഛൻ്റെ അടുത്തേക്ക് സച്ചി ഓടി വരിക. അച്ഛാ വീട്ടിൽ പോകണോ എന്ന് ചോദിച്ചു. അതെ ഞങ്ങളും വരുവാണെന്ന് പറഞ്ഞു. നിങ്ങൾ വരാനോ? നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇപ്പം എന്ത് ചെയ്യാൻ അച്ഛാന്ന് സച്ചി ചോദിച്ചു. അവന് ഡീലർഷിപ്പ് കിട്ടിയില്ലേ, ഇനി വേഷം കെട്ടി നിൽക്കണമെന്ന് ചോദിച്ചു. എന്ത് വേഷം കെട്ടോ? എന്ത് വേഷം കെട്ടിയിട്ടെന്ന് ചോദിക്കുകയാണ് അച്ഛൻ. അല്ല അത് പിന്നെ ഈ വേഷം നമ്മൾ ധരിക്കാറില്ലല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഇതിട്ടുകൊണ്ട് നിന്നിട്ട് എനിക്ക് എന്തോ പോലെ, വീട്ടിൽ ചെന്നാൽ പെട്ടെന്ന് അഴിച്ചു വെക്കാവല്ലോ, അതാ പറഞ്ഞതെന്ന് സച്ചി പറയാം. അപ്പോഴത്തേക്കും മീര അങ്ങോട്ടേക്ക് ഇറങ്ങി വരും ഇവർ സംസാരിക്കുന്നത് കണ്ടോണ്ട്. ഇതാണോ കാര്യം? എടാ നമ്മുടെ സാറെന്താ പറഞ്ഞ്, അവനെ മാത്രം കണ്ടിട്ടല്ല നമ്മുടെ കുടുംബത്തെ കൂടി കണ്ടിട്ടാണ് ഡീലർഷിപ്പ് കൊടുത്തതെന്നുള്ളതല്ലേ? അപ്പോൾ കാര്യം സാധിച്ച ഉടനെ നമ്മളെല്ലാവരും വീട്ടിലേക്ക് പിരിഞ്ഞു പോയാൽ സാർ എന്താടാ കരുതുക എന്ന് അച്ഛൻ ചോദിച്ചു. എന്തായാലും അദ്ദേഹം പോകുന്നത് വരെ സുധി ഇവിടെ കാണും, അപ്പോൾ സുധിക്ക് സപ്പോർട്ടായിട്ട് നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ആകെതായി. അപ്പോഴത്തേക്കും മീരയ്ക്കൊന്ന് ആശ്വാസമായി. അഭിലാഷ് സാറിനെ യാത്രയാക്കിയതിന് ശേഷം നീ അങ്ങോട്ടേക്ക് വന്നാൽ മതി, അതല്ലേ അതിൻ്റെ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ രേവതി അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിച്ചു. ശരി നമുക്കിവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അച്ഛാ ഞാൻ അച്ഛൻ്റെ വാക്ക് കേട്ടു കേട്ടോ. അപ്പം സുധിയോട് പറഞ്ഞു തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. വീട്ടിൽ നിന്ന് എങ്ങനെ ഇറങ്ങിയോ അതുപോലെ തന്നെ വീട്ടിൽ തിരിച്ചു വന്ന് കയറിയേക്കണം. കുടിച്ചുമ്പോൾ ഞാൻ പറഞ്ഞോണ്ട് നടക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ വന്നപോലെ തന്നെ തിരിച്ചു കയറും. ഈ സച്ചി അച്ഛൻ അറിയില്ലേ, അപ്പം നല്ലപോലെ അറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതെന്ന് അച്ഛൻ പറയുമ്പോൾ ശരി അച്ഛാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും മീരയ്ക്ക് ആശ്വാസം അയാൾ നിൽക്കണം. മോളെ രേവതി ഇവനെ പ്രത്യേകം ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു. ശരി അച്ഛാന്നും പറഞ്ഞു. വായി നോക്കി ഇരുന്നിടത്ത് തന്നെ ഇരിക്കാതെ പെട്ടെന്ന് വരാൻ നോക്കാനും ചന്ദ്ര പറയാം. അങ്ങനെ അവർ പോകുമ്പം, എടാ സച്ചി നേരത്തെ പറയണമെന്ന് കരുതിയാ, നീ പൊളി കേട്ടോടാ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് പോയി എപ്പോൾ അച്ഛൻ അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ നിൽക്കണം. അങ്ങനെ അവരെല്ലാവരും പോയി. ഈ സമയത്ത് നമ്മുടെ ശ്രുതി ഇറങ്ങി വന്നു. അപ്പം മീരെ എന്തായി എന്ന് ചോദിച്ചാൽ, എനിക്ക് അവരോടൊന്നും പറയേണ്ടി വന്നില്ല, അഭിലാഷ് സാർ പോകുന്നത് വരെ ഇവിടെ തന്നെ നിൽക്കാൻ നിന്റെ അങ്കിൾ അവരോട് പറഞ്ഞെന്ന് പറഞ്ഞു, അതുകൊണ്ട് അവർ പോകുന്നില്ല എന്നും പറയാം മീര. എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ശ്വാസം നേരെ വിട്ട് ശ്രുതി ഇങ്ങനെ ഇനി വേണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. എന്തായാലും ഇന്ന് സച്ചിയുടെ ഫോണിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുന്നേ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ പാർട്ടിയും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അഭിലാഷ് സാർ ഇരുന്ന് ചെറിയ ഡ്രിങ്കൊക്കെ കഴിക്കും. അപ്പോൾ ഇവരാരും കഴിക്കുന്നില്ല. അപ്പോൾ നിങ്ങളൊന്നും കഴിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കാർക്കും വേണ്ട എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ഇത്രയും നല്ലൊരു പാർട്ടിയിൽ കഴിക്കാതിരുന്നാൽ മറ്റുള്ളവർ നിങ്ങൾ ഇഗ്നോർ ചെയ്യുമെന്നുള്ള കാര്യം പറയുക സാറ്. പിന്നെ ഡെയിലി ഒന്നും ഡ്രിങ്ക്സ് കഴിക്കരുത്, ഇതുപോലെയുള്ള ഒരു ഗെറ്റ് ടുഗദറിലൊക്കെ കുറച്ച് ഡ്രിങ്ക്സ് കഴിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല എന്ന് സാറ് പറയാം. അപ്പം ഇല്ല സാർ, അത് പിന്നെ ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടുമില്ല, അപ്പോൾ ഇന്ന് എനിക്കൊപ്പം സ്റ്റാർട്ട് ചെയ്തോളാം പറഞ്ഞു കേട്ടോ അദ്ദേഹം. ഫോറിൻ മീറ്റിംഗ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതില്ലെങ്കിലേ നടക്കില്ല കേട്ടോ എന്നും അദ്ദേഹം പറയാം. അപ്പോൾ അതൊക്കെ കേട്ട് സുധി ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കാം. അല്ല സാർ അത് പിന്നെ കമോൺ സുധി വരൂ എന്നും പറഞ്ഞുകൊണ്ട് സുധിയെ നിർബന്ധിച്ച് കുടിപ്പിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഈ നമ്മുടെ ആനന്ദ് പിടിച്ചോണ്ട് വിട്ട്, എടാ മര്യാദയ്ക്ക് പോയി കഴിച്ചോ അല്ലെങ്കിൽ നിന്റെ ഡീലർഷിപ്പ് വരെ പോകുമെന്നും പറഞ്ഞുകൊണ്ട് സുധിയെ കൊണ്ട് കഴിപ്പിക്കുക. അങ്ങനെ സുധിയെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നേ. അങ്ങനെ ശ്രീകാന്ത് വന്ന് നോക്കുമ്പോൾ സുധി നിന്ന് വെള്ളം അടിക്കുന്ന കാണുന്നു. സുധിയേട്ടൻ കുടിക്കുന്നോ? എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് ചെന്ന്, സുധിയേട്ടൻ എന്താ ഇതെന്ന് ചോദിച്ചു. ബ്രദർ ഹലോ എന്നൊക്കെ പറഞ്ഞു. കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ശ്രീകാന്തിനോട്. സാർ അപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. വൈ? ഞങ്ങളങ്ങനെ കഴിക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാർ എക്സ്ക്യൂസ് മീ നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ വിളിക്കുക. സുധി നീ ഒരെണ്ണം കഴിക്കടാ പ്ലീസ് ഇടാന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുക. അല്ല എൻ്റെ ഡീലർഷിപ്പ് പോടാ. അപ്പോൾ എന്താ ഒരു സ്വകാര്യം എന്നാൽ സാർ ഇങ്ങനെ സുധിയോട് ചോദിച്ചു. ഒന്നുമില്ല സാർ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വരൂ കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുക. കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ നിൽക്കാൻ. എന്നിട്ട് ശ്രീകാന്തിനെ നിർബന്ധിച്ച് വിളിച്ച് കഴിപ്പിക്കുക. ആ സമയത്ത് നമ്മുടെ സച്ചി അവിടെ നിന്ന് ഫോണിൽ ആരോടോ സംസാരിക്കുക. സുധി ഇവിടെ പാട്ട് നടത്താം, മദ്യമൊക്കെ ഒഴുകുക, നിങ്ങളിങ്ങ് പോരെ, ഇതുവരെ കാണുന്ന മദ്യ കുപ്പികളാണോ ഇവിടെ കാണുന്നത്? അപ്പോൾ ഇല്ലില്ല
ഇല്ല ഞാൻ കുടിച്ചിട്ടില്ല എന്നും പിന്നെ ഇവിടെ എല്ലാവരും കുടിക്കുന്നുണ്ടെന്ന് സച്ചി പറയാം. ഞാനും ശ്രുതിയും ശ്രീകാന്ത് മാത്രമേ കുടിക്കാത്തതായിട്ടുള്ളൂ എന്ന് സച്ചി ഞങ്ങളോട് കുടിക്കരുതെന്ന് പറഞ്ഞിട്ടല്ലേ അച്ഛൻ പോയിരിക്കുന്നത്. കുടിച്ച അച്ഛൻ വഴക്ക് പറയടാന്നും പറഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അനിയനും ചേട്ടനും കൂടെ കുടിക്കുന്നതാണ്. ഇത് കണ്ടപ്പോൾ സച്ചി ഞെട്ടി. ശ്രുതി എന്നും പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ടേക്ക് ചെന്നു. നീ വന്നേടാന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളോടല്ലേ അച്ഛൻ കുടിക്കരുതെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ എടാ ഇതതിന് സോഷ്യൽ ഡ്രിങ്കാടാ, അപ്പോൾ എന്ത് സോഷ്യലും സയൻസും അച്ഛൻ കുടിക്കരുതെന്ന് പറഞ്ഞിട്ടല്ലേടാ പോയതെന്ന് സച്ചി. അപ്പോൾ ഓഹോ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ അനുസരിക്കുന്ന ഒരു മോൻ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി. അപ്പം അതെ എന്ന് പറഞ്ഞു ശ്രീകാന്ത്. എടാ കുടിക്കരുതെന്ന് അച്ഛൻ നിന്നോട് പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയും, എന്നിട്ട് നീ കുടിക്കാതിരിക്കുന്നുണ്ടോടാ എന്ന് ചോദിച്ചു. അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കാം. അപ്പോൾ ശരിയല്ലേ എന്ന് ശ്രീകാന്ത്. എടാ നിനക്കെന്താടാ പറ്റിയെന്ന് ചോദിച്ചു സച്ചി ശ്രീകാന്തിനോട്. അല്ല അത് പിന്നെ ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടി കുടിച്ചതാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകരുതല്ലോ. അപ്പോൾ അച്ഛൻ്റെ വാക്കിന് വില കൊടുക്കേണ്ട ശ്രീകാന്ത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ സച്ചിയുടെ അച്ഛനൊന്നും അറിയാൻ പോകുന്നില്ല, നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും അച്ഛൻ ഉറങ്ങി കാണുമെന്ന് പറഞ്ഞു. എന്നാലും അച്ഛൻ പറഞ്ഞ് അനുസരിക്കാത്തതുപോലെ ആയില്ലേടാന്ന് ചോദിച്ചു. ചെറിയൊരു പെഗ്ഗലേ കഴിക്കുന്നുള്ളൂ, ഇത് കമ്പനിക്ക് കുറച്ചല്ലേ കഴിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ് ഇത്രയും ചോദിക്കാനും പറയാനൊക്കെ ഉള്ളതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നമ്മുടെ ആനന്ദ് വന്നു. അപ്പോൾ അതെ സത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇന്ന് സംസാരിക്കാം. എന്നിട്ട് പിന്നെ നമ്മുടെ സച്ചിയെയും വിളിച്ചു. കമോൺ എന്നും പറഞ്ഞുകൊണ്ട് സാറ് സച്ചി വിളിക്കും. ഞങ്ങളെല്ലാം സച്ചിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയും. സച്ചി ഇത് എവിടെ പോയതായിരുന്നു? നിങ്ങൾ ഡ്രിങ്ക്സ് കഴിക്കാറില്ല എന്നൊക്കെ ചോദിച്ചു. അയ്യോ ഡ്രിങ്ക്സേ എടുക്കാറുള്ളൂ, സച്ചി കുടിക്കാൻ തുടങ്ങി ഇവിടെ ഇരിക്കുന്ന കുപ്പി ഫുള്ള് കാലി ആയത് തന്നെ എന്നൊക്കെ ശ്രുതി. എന്നിട്ടാണ് സച്ചി മാറി നിൽക്കുന്നത്. ഇരിക്കുക കഴിക്കുക എന്നൊക്കെ സാറ്. വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. കമോൺ സച്ചി ഒരു സ്മോൾ ഡ്രിങ്ക് കഴിക്കുമ്പോൾ. അപ്പോൾ എനിക്ക് വേണ്ട സാർ, എനിക്ക് ഡ്രൈവ് ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതി അവിടെ വന്നിങ്ങനെ എന്നൊക്കെ പറഞ്ഞു നിൽക്കുക. അപ്പോൾ ഡ്രൈവർ വന്നിട്ടില്ലേ എന്ന് ചോദിച്ചു. അന്നേരം അയ്യോ അത് പിന്നെ ഉണ്ടെന്ന് പറഞ്ഞു, വന്നിരുന്നു, അവനൊരു അർജൻറ്റ് ആവശ്യം വന്നതുകൊണ്ട് തിരിച്ചു പോയെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യണമെന്നും സച്ചി പറയുകയാണ്. അപ്പോഴും ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുക. കുടിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞേ. അപ്പം നിങ്ങൾ കുടിക്കുക എൻജോയ് അപ്പം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഓടുമ്പോൾ അതേ അങ്ങനെ ഇപ്പോൾ രക്ഷപ്പെടുത്തണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പിന്നാലെ ഓടിച്ചെന്നു. എടാ അദ്ദേഹത്തിന് വേണ്ടി നിനക്ക് 2 പെഗ്ഗെങ്കിലും കഴിച്ചൂടെ? എടാ നിങ്ങൾക്ക് ഭാര്യമാരുടെ കയ്യിൽ നിന്ന് അടി ഉറപ്പ്, എനിക്ക് അടി മേടിച്ച് തരാനുള്ള പണിയാണല്ലേ എന്ന് സച്ചി ചോദിച്ചു. എനിക്കൊന്നും വേണ്ടാന്നും പറഞ്ഞു. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, എന്നെ വിട്ടേക്കാനും സച്ചി. അപ്പോൾ അച്ഛൻ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ നിന്നതാ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ പോയേനെ. ഇനി ഇവിടെ നിന്ന് ശരിയാവില്ലെന്ന് പറഞ്ഞു സച്ചി അവിടെ നിന്ന് പോയി. സച്ചിന് ഇതെന്താ പറ്റിയെന്ന് പറഞ്ഞു ശ്രീകാന്ത് നിൽക്കാം. അന്നേരം അവനേ ചാത്തനടിച്ചേ ശീലമുള്ളൂ, ഇതുപോലുള്ള ബ്രാൻഡൊക്കെ അടിച്ചാലേ ചിലപ്പോൾ വാള് വയ്ക്കും, നീ അടിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് കുടിപ്പിക്കുക. അപ്പോൾ ശ്രുതി നോക്കുമ്പോൾ സച്ചി കുടിക്കുന്നില്ല. സച്ചി അവിടെ ഫോണൊക്കെ വിളിച്ച് ഫോണിലൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ വർഷ അവിടെ നിന്ന് ഫോണിൽ വിളിക്കുന്നു. ആ സമയത്ത് വർഷ അങ്ങോട്ടേക്ക് വരുന്നപ്പോൾ രേവതി നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. സച്ചേട്ടനും കഴിച്ചിട്ടില്ല, ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്നാണ് വിചാരിക്കണേന്ന് പറയുമ്പോൾ ശരി വർഷയെ ഞാൻ ഇതുപോലുള്ള ഹോട്ടലിലൊക്കെ ആദ്യമായിട്ട് വരുവാണെന്ന് രേവതി പറയുമ്പോൾ ഞാൻ കുറേ തവണ ഇതുപോലുള്ള ഹോട്ടലുകളിൽ അച്ഛൻ്റെ കൂടെ ഫംഗ്ഷനൊക്കെ പോയിട്ടുണ്ടെന്ന കാര്യം വർഷ രേവതിയോട് പറഞ്ഞു. ഇതൊക്കെ കുറേ ചിലവാവില്ലെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഏകദേശം ഒരു 5 ലക്ഷത്തോളം രൂപ ചിലവാകുമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അയ്യോ 5 ലക്ഷം രൂപയോ എന്ന് ചോദിച്ചിട്ട് കണ്ണും തള്ളിപ്പിടിച്ചിങ്ങനെ നിൽക്കുക. 5 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സച്ചേട്ടനെ എപ്പോഴേയും മുറി കിട്ടിയേനെ എന്ന് രേവതി പറയാം കേട്ടോ. അപ്പം ശ്രുതിയും മീരയും അവിടെ നിന്ന് ഒത്തിച്ചും മാറ്റം നോക്കാം. എല്ലാവരും കുടി തുടങ്ങി, സച്ചി മാത്രം കുടിക്കുന്നില്ല. എന്നാൽ ശ്രുതി അവനെന്താ പെട്ടെന്ന് നല്ലവനായോ എന്ന് മീര ചോദിക്കാം. ഇനി എങ്ങനെ അവൻ്റെ ഫോൺ എടുക്കുന്നത്? അതെ അവൻ ആ അറ്റ്മോസ്ഫിയറിൽ കുറച്ച് നേരം ഇരിക്കുമ്പോൾ അവന് കുടിക്കണം തോന്നും, അവൻ കുടിച്ചോളൂ എന്ന് പറയാം ശ്രുതി. നമുക്ക് നോക്കാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ രേവതിയും വർഷയും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ചേച്ചി വന്നു. രേവതി ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ യാത്രയൊക്കെ പറഞ്ഞ് അവരങ്ങ് പോന്നു. അപ്പോൾ സച്ചി രേവതിയെ വിളിച്ചു. രേവതി നീ എവിടെയാണെന്ന് ചോദിച്ചു. സച്ചേട്ടൻ എവിടെയാ? സച്ചേട്ടൻ കുടിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. അയ്യോ ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കാം. ശ്രുതിയും ശ്രീകാന്തൊക്കെ നല്ല അടിയാണെന്ന് പറയുമ്പോൾ ദേ അച്ഛൻ അവരോട് കുടിക്കരുതെന്നല്ലേ പറഞ്ഞത്. എൻ്റെ പൊന്ന് രേവതി അവരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നേ. ഇവിടുത്തെ ബോട്ടിലൊക്കെ കണ്ടാലുണ്ടല്ലോ ആരായാലും അടിച്ചു പോകുമെന്ന് പറയാം. ദേ ഈ കുപ്പിയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറയാം സച്ചി. അഭിലാഷ് സാറ് എന്നെ ഒരുപാട് നിർബന്ധിച്ചായിരുന്നേ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണെന്ന് സച്ചി രേവതിയോട് പറയണു. അദ്ദേഹം എന്തെങ്കിലും വിചാരിക്കുമോ എന്തോ? അപ്പോൾ ഒന്നും വിചാരിക്കത്തില്ല, നിങ്ങൾ കുടിക്കാറില്ല എന്നങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ കള്ളം പറയുന്നത് മോശമല്ലേ രേവതി എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇങ്ങനൊരു കള്ളം പറയുന്നതിൽ ഒരു മോശവും ഇല്ല, അയ്യോ നല്ലതാ കേട്ടോ. ദേ കുടിക്കരുത്, കുടിച്ചിട്ടെങ്ങാനും വന്ന വിവരം അറിയും. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം രേവതിയോട് പറഞ്ഞിട്ട് സച്ചി ഫോണങ്ങ് കട്ടി. സച്ചി ഇങ്ങനെ സങ്കടപ്പെട്ട് തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ വർഷ ചോദിച്ചാൽ എന്താ കാര്യമെന്ന്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് അവരെയും കൂട്ടി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അങ്ങോട്ട് പോകുന്നു. ആ സമയത്ത് അവരിപ്പോൾ അങ്ങോട്ടേക്ക് വിടരുത്, തന്ത്രപൂർവ്വം അവരിവിടെ പിടിച്ചിരുത്തി അവർക്കുള്ള ഭക്ഷണം നീ ഇവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു മീരയോട്. അങ്ങനെ ശ്രുതിയും മീരയെ പറഞ്ഞു വിടുക. എന്നിട്ട് വർഷയും രേവതിയും പോയപ്പോൾ മീര അങ്ങോട്ടേക്ക് ചെന്നു. ഇത് എവിടെ പോവാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാം.
അതിന് നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചാൽ പോരെ? അല്ല, സച്ചേട്ടൻ്റെയും ശ്രീകാന്തിൻ്റെ ഒക്കെ കൂടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാന്ന് പറഞ്ഞു. അവർ 3 പേരും അഭിലാഷ് സാറുമായിട്ട് സംസാരിക്കാം, അവരിപ്പോൾ ഭക്ഷണം കഴിക്കാനൊന്നും വരില്ല എന്ന് പറഞ്ഞു മീര. ഞാൻ വിളിച്ചാൽ വരുമെന്ന് രേവതി അന്നേരം പറഞ്ഞു. അഭിലാഷ് സാർ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരെ നിങ്ങൾ വിളിച്ചിട്ട് വന്നാൽ അത് മോശമാവില്ലേ എന്ന് ചോദിച്ചു. അതുമാത്രമല്ല, സാറിന് ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇരുത്താൻ പറ്റുമോ എന്നും ചോദിച്ചു. അവരും കൂടി ഇരിക്കേണ്ടതല്ലേ എന്നും ചോദിച്ചു. അതല്ലേ ആദ്യത്തെ മര്യാദ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മീര പറയാട്ടോ. അപ്പോൾ അത് ശരിയാണ് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് വർഷയും പറഞ്ഞു. അങ്ങനെ ഇവരെ നിർബന്ധിച്ച് അവിടെ കൊണ്ടേ ഇരുത്തി. അതിനുശേഷം പിന്നെ നമ്മുടെ ശ്രുതിയോട് ചെന്ന് ഞാൻ കാര്യം സാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മീര പറയാം. അപ്പോഴത്തേക്കും പിന്നെ വെയിറ്റർമാരോട് വന്ന് ഫുഡ് കൊടുക്കാമെന്ന് പറയാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരവിടെ നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ കുടിച്ച് അത്യാവശ്യം ബോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ ആനന്ദ്. അപ്പോൾ സച്ചി അവിടെ ഇരിക്കുന്നത് ആനന്ദ് കണ്ടു. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയോ കണ്ടൊരു പരിചയം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് ചെന്നു. ഹലോ സാർ, എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ച് ചെല്ലുക. അപ്പം മനസ്സിലായി കാണില്ല അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആനന്ദ് നിന്ന് ആടുക കേട്ടോ കുടിച്ചിട്ട്. ഞാനേ ഒരു വലിയ ബിസിനസ്സുകാരനാണെന്നും ഇതിനേക്കാളും വലിയ ഓഫീസൊക്കെ എനിക്കുണ്ടേ എന്നൊക്കെ പറഞ്ഞു പറയുന്നു. അപ്പോൾ ഞാനിവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചാൽ ആനന്ദ് വന്ന് സച്ചിയുടെ അടുത്ത് ഇരുന്നു. അല്ല, സാറിൻ്റെ പേരെന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ സച്ചി ഇങ്ങനെ ആനന്ദിന് അന്തം വിട്ട് നോക്കുക. പേരില്ല. പേര് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നീ പേരിലൊക്കെ എന്തിരിക്കുന്നല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സച്ചി അന്തം വിട്ട് നോക്കുവാണ്. അനിയന് 2 എണ്ണം അടിക്കുന്ന ശീലമൊന്നുമില്ലല്ലേ എന്നൊക്കെ വന്ന് സച്ചിയോട് ഇങ്ങനെ ആനന്ദ് ചോദിച്ചു. കള്ള് തലക്കി പിടിച്ചെന്നാ തോന്നണേന്നും പറഞ്ഞോണ്ട് സച്ചി അവിടെ ഇരിക്കണം. ഇന്ന് ഞാൻ കുടിക്കുന്നില്ല എന്ന് സച്ചി പറയുമ്പം ആണോ, അപ്പം ഞാൻ പറയുന്നത് കേൾക്കാൻ ഒരാളായി അല്ലേ എന്ന് ആനന്ദ്. കുടിച്ച് 2 പേരും കൂടി സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല എന്നും ആനന്ദ് പറയുക. പിന്നെ കുടിച്ചവൻ കുടിക്കാത്തവനോട് സംസാരിക്കണം, അതാണ് അതിൻ്റെ ശരി. പിന്നെ ബോധമുള്ളവൻ ബോധമില്ലാത്തവനോട് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആനന്ദ് ഇങ്ങനെ ഇരുന്ന് വായി തോന്നിയതെല്ലാം വിളിച്ചു പറയാം. കുറേ കരയുന്നു, കുറേ പറയുന്നു. അതിനുശേഷം സുധിയുടെ കാര്യങ്ങളെല്ലാം ആനന്ദ് അവിടെ ഇരുന്ന് പറയുകയാണ്. പിന്നെ സുധി ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ആനന്ദ് നമ്മുടെ സച്ചിയോട് പറയാം. ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ പണയം വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇത്. അങ്ങനെ സുധി ചെയ്ത കാര്യങ്ങളൊക്കെ ആനന്ദ് സച്ചിയോട് പറയാം കേട്ടോ. ഇതൊക്കെ കേട്ട് അന്തമിട്ടിരിക്കുക. അങ്ങനെ കോലം വരയ്ക്കുന്ന കൈ കൊണ്ട് മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഓരോ കാണിക്കുക. ഐസ് കട്ടയ്ക്ക് പെയിന്റ് അടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ പറയാം. അപ്പോൾ ഇവൻ എന്നിട്ട് കയ്യിൽ നിന്ന് മേടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ഇരിക്കുക. ചവിട്ടും തൊഴിയൊക്കെ സച്ചിക്കിട്ട് കൊടുക്കുക കഥയും പറഞ്ഞ്. അപ്പോൾ ഒരാൾ അങ്ങോട്ടേക്ക് വന്നു. അയാൾക്കാണെങ്കിൽ അയാളുടെ കയ്യിലാണെങ്കിൽ ഇങ്ങനെ മദ്യത്തിൻ്റെ ഗ്ലാസ്സുകൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞാൽ ആനന്ദ് എടുക്കാൻ നോക്കിയപ്പോൾ സാർ പിന്നെ കുടിക്കണ്ട, ഇപ്പം തന്നെ സാർ ഒരുപാട് ഓവറാ എന്നിങ്ങനെ പറഞ്ഞു. ഓവർ എന്നും പറഞ്ഞുകൊണ്ട് താൻ പോടോന്നും പറഞ്ഞൊരു ഗ്ലാസ് എടുത്തു. സച്ചിയുടെ അടുത്ത് വന്നിരിക്കുക. എന്നിട്ട് തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് വീണ്ടും സച്ചിയോട് വന്ന് പറയുന്നു. നല്ല മുഖപരിചയം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി ഇങ്ങനെ തമ്മിട്ട് നോക്കുക. ഞാനൊരു ബിസിനസ്സുകാരനാ, അതിനിപ്പോൾ എന്താടോ? അല്ല, അതിനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആനന്ദിരുന്ന സച്ചിയെ ഒരു ഇതിലിങ്ങനെ ഒരുമാതിരി ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. സച്ചിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ഈ ചേച്ചിയുടെ ഫ്രണ്ടിനെ ചേച്ചി ഒന്ന് വിളിക്കും, ഇല്ലേ? അപ്പം നമ്മൾ ചേട്ടൻ്റെ ഫ്രണ്ടിനെ എന്ത് വിളിക്കും? ചേട്ടാന്ന് വിളിക്കും, ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കും കേട്ടോ. പക്ഷേ ഭാര്യയുടെ പെണ്ണിനെ കയറി നമ്മൾ ഭാര്യയെന്ന് വിളിക്കാറുണ്ടോ? അങ്ങനെ വിളിക്കാൻ പറ്റുമോ? ഇല്ല. സച്ചിക്ക് കരി വന്നിട്ട് ഒരു രക്ഷയില്ല. ആനന്ദാണെ അവിടെ നിന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കാം. നിന്റെ ഭാര്യ നിന്നെ ഭർത്താവെന്ന് വിളിക്കും, നിന്റെ ഫ്രണ്ടിനെയും അവൾ ഭർത്താവെന്ന് നോ അത് വേണ്ട ബോസേ, കുടുംബത്തിൽ കയറി നമ്മളൊന്നും പറയാൻ പാടില്ല കേട്ടോ എന്ന് ആനന്ദ്. അതാണ് അതിൻ്റെ ഒരു അങ്ങനെ. അപ്പം നിനക്ക് പറയാല്ലേ എന്ന് ചോദിച്ചു സച്ചി. നീ പറയുമ്പോൾ അത് ജോക്ക് അല്ലേടാ എന്ന് സച്ചി ആനന്ദിനോട് ചോദിക്കാം. നിന്നെ പറയുമ്പോൾ അതൊരു കുത്തല അല്ലേടാ? അപ്പോൾ സോറി, നല്ല ചൂടിലാണെന്ന് തോന്നുന്നു, കൂളാവ് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദ് അവിടെ നിന്ന് പോയി. സച്ചി എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ തലയെ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ ശ്രീകാന്തും സുധിയും കുടിച്ച് പൂസായി. പറ്റെന്ന് പറഞ്ഞാൽ 1.5 പറ്റ്. 2 പേരും കൂടെ ആടി സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുക. സച്ചിട്ടാ മോനെ സച്ചി, എന്താടാ നിനക്കൊരു വിഷമം പോലെ എന്നൊക്കെ ചോദിച്ച് സമാധാനിപ്പിക്കുന്നു. ഓരോരുത്തനെ കൊണ്ട് തോറ്റിരിക്കുക. അപ്പോഴാണ് 2 എണ്ണം. നിനക്കൊക്കെ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചോട്ടെ. സച്ചി ദേഷ്യപ്പെട്ടു. എടാ നീ ഒരു 3 എണ്ണം അടിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് സച്ചി. എടാ ഒന്നുമില്ലെങ്കിൽ നിൻ്റെ ഏട്ടൻ ഇങ്ങനൊരു ട്രാവലർ ഓടുന്നവനാണെന്ന് പറഞ്ഞില്ലേടാ, അതിൻ്റെ സന്തോഷത്തിൽ പോയി കുടിക്കടാ ചെല്ലടാന്ന് പറഞ്ഞ് സച്ചിയെ നിർബന്ധിച്ച് അവർ ഉന്തി തള്ളി പറഞ്ഞു വിടാൻ നോക്കുന്നു. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിലും സച്ചിയുടെ സുന്ദര കുട്ടപ്പനല്ലേ സച്ചിയേട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സച്ചിക്ക് കലി കയറിയിട്ട് ഒരു രക്ഷയില്ലാത്തോടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ടാറ്റാ.